വെൽക്കം ടു നമ്മുടെ ചാനൽ. അപ്പോൾ നമ്മുടെ അടുത്തൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ എണിച്ച് അങ്ങനെ ചായ വേണം നമ്മൾ. അപ്പോൾ ഞാൻ ചൂള ആദ്യം പാലെടുത്തോണ്ട് കാച്ചി ചായ ഉണ്ടാക്കാനുള്ള പരിപാടിയില്ല കേട്ടോ. ഫസ്റ്റത്തെ എന്നത്തെ പോലെ ഇന്ന് ആദ്യത്തെ പരിപാടി ചായ ഉണ്ടാക്കണം. അതിനായിട്ട് കുറച്ച് നേരത്തെ എണിച്ചതാണ്. തിരുമ്പിന് കാര്യം അതൊക്കെ ആയിട്ട് നേരത്തെ പണിയായിട്ട് അതിനായിട്ട് നടക്കുന്നുണ്ട്. ഞാൻ കുറച്ച് നേരം വൈകിട്ട് എനിക്ക് 7 എനിക്കിപ്പോൾ വേറെ ഒന്നുമല്ല. ഇപ്പോൾ ഉച്ചവർക്കില്ല, രാത്രി 12 മണി 1 മണി ഉറങ്ങും. പിന്നെ രാത്രി ഒരു 10-13 ഗുളിക കഴിച്ചിട്ടൊക്കെ എടുക്കുക. അപ്പോൾ നമുക്ക് കണ്ണുകൊണ്ട് മെഴുകിയില്ല. ഇപ്പോഴും ഞാൻ മൂത്രമൊക്കെ കഴിച്ചിട്ട് പിന്നെ വന്ന് കിടന്നതാണ്. പിന്നെ ഇനി കിടന്നത് ശരിയല്ല, ഇങ്ങനെ ഇത്രയും ടയേർഡാണ്. പിന്നെ അങ്ങനെ ഇപ്പോൾ 2 ദിവസമായിട്ട് വീഡിയോയും കാര്യങ്ങളൊന്നും ഇല്ല. വേറെ ഒന്നുമില്ല. നമ്മൾ രണ്ടാമ ഹോസ്പിറ്റലിലെ കാരണം നമ്മൾ രാവിലെ അവിടെ പോകും. രാവിലെ ഒരു 11 മണിക്ക് കിടക്കും. പിന്നെ ഉച്ച തിരിയും അല്ലെങ്കിൽ ചിലപ്പോൾ രാത്രിയും വരാൻ. അതുകൊണ്ടാണ് കേട്ടോ നമുക്ക് വീഡിയോയും കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷെ നമുക്ക് വീഡിയോ എടുക്കാണ്ട് നമ്മുടെ കാര്യങ്ങളൊന്നും നടക്കില്ല. ഇപ്പോഴും അമ്മ ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ടൊന്നുമില്ല. കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് അമ്മ ഹോസ്പിറ്റലിൽ നിന്ന് സുഖമായി വന്നു കഴിഞ്ഞാൽ അറിയിച്ചോളോ പറഞ്ഞോളോ എന്നിട്ട്. അപ്പോൾ ഇപ്പോഴും അമ്മ ഹോസ്പിറ്റലിൽ തന്നെയാണ്. അമ്മ ഹോസ്പിറ്റലിൽ നിന്ന് പോന്നിട്ടില്ല. അമ്മയ്ക്ക് സുഖമായിട്ടില്ല. അങ്ങോട്ട് അമ്മ സെറ്റായിട്ടില്ല. ഞാനേട്ടാ നല്ല കുറേ ആൾക്കാർ നമ്മൾക്ക് ചോദിക്കുന്നുണ്ട് അമ്മമാർ വന്നു കേട്ടാ. ഒന്നും പറയാത്ത അമ്മക്കിപ്പോ നീര് അവളൊന്നും പറയല്ലേ വീടിന്റെ മുന്നൊന്ന് പറ. നീരൊക്കെ ആയിട്ടാണ് പോയത്. നീരൊക്കെ മാറി സ്റ്റീറോയിഡും കാര്യങ്ങളൊക്കെ വാദത്തിന്റെ പ്രശ്നമായിരുന്നു. സ്റ്റീറോയിഡും കാര്യങ്ങളൊക്കെ ചെയ്തപ്പോ അമ്മയ്ക്കുള്ള ശരീരം ബലമായി. പിന്നെ ഇന്നലെ യൂറിൻ ഇത്രയും ആരോഗ്യമുള്ള എനിക്ക് അമ്മയേക്കാളും ആരോഗ്യം അങ്ങനെ വെച്ചല്ല. അമ്മ വയസ്സ് 90 വയസ്സ് മേലെയുണ്ട്. 40 വയസ്സ് ഇത്രയും തടിയുള്ള എനിക്ക് തന്നെ സ്റ്റീറോയിഡ് ഒരു പരിധിക്ക് അപ്പം താങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ്. അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും കേട്ടോ. അപ്പോൾ അമ്മയെ സംബന്ധിച്ച് അമ്മയ്ക്ക് ആരോഗ്യത്തിൽ എല്ലാം ഇത്രയും വർഷമായില്ല. അമ്മ വേറെ ഫുഡും കാര്യമൊന്നും വെറും കഞ്ഞി മാത്രമാണ് 3 നേരം കുടിക്കണത്. അപ്പം അതന്നെ വായിക്കൊന്നിനും രുചിയില്ല. അതാണ് അതിപ്പോൾ അതും കഴിക്കണില്ല. ഇപ്പം അതുമില്ല. അതാണ് അമ്മ വർഷങ്ങളായിട്ട് ഇപ്പോൾ കഴിക്കണ സാധനം. എത്രയോ വർഷങ്ങളായി അമ്മ 3 നേരം പൊടിയിരിക്കഞ്ഞി മാത്രം കുടിക്കുന്നു. വേറെ ഫുഡൊന്നും അമ്മ കഴിക്കണില്ല. അല്ല അത് കാരണമാണ് അമ്മയായിട്ട് ഇത്രയും നേരം ഇത്രയും മരുന്ന് കഴിച്ചിട്ട് പിടിച്ചു നിൽക്കുന്നത്. കഞ്ഞിയുടെ ബന്ധം കൊണ്ട്. അതുകൊണ്ടാണ് മറ്റുള്ള അസുഖം കാരണം കുറെ ഏറെ അമ്മയ്ക്ക് വരാണ്ടിരിക്കണത്. വെള്ളം അത്യാവശ്യം കുടിക്കും. അല്ലെങ്കിൽ ഇത്രയും മരുന്ന് കഴിച്ചിട്ട് എൻ്റെ അറിവില് അമ്മയ്ക്ക് ഒരു 2-4 വർഷത്തോളൊക്കെ അതിൻ്റെ പനിയുടെ കാൽപ്പുഴ സ്ഥിരം 3 നേരം കഴിക്കണം. അമ്മ പോലെ ഒരു നേരം കഴിച്ച് 2 നേരം കഴിച്ച് 4 നേരം കഴിക്കുമ്പോൾ കിഡ്നി പോലെ വെറു പോകുന്നവരുടെ അമ്മ വെള്ളം കൂടി കാരണമാണ്. വെള്ളം നന്നായി ആശുപത്രിയിൽ ഇങ്ങനെ ഒറ്റപ്പെടാൻ എല്ലാവരും ഉണ്ട്. അത്യാവശ്യം ആൾക്കാരുണ്ട്. എന്നാലും ഇങ്ങനെ ഇങ്ങനെ ഓരോ വിഷമങ്ങൾ 9 വയസ്സിൽ തുടങ്ങിയതാണ് ഞാൻ പണിക്ക് പോക്ക് കാര്യങ്ങൾ. അപ്പൊ അങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ നമുക്കാകെ നമ്മുടെ കൺട്രോള് പോവാണ്. അതാണ് എന്നുവെച്ചാൽ നമുക്ക് അവരൊന്നും ജീവിതത്തിൽ സുഖം എന്താണെന്ന് അറിഞ്ഞിട്ടില്ല. അച്ഛനമ്മ നമ്മളീ പറഞ്ഞവര് ഇപ്പോഴാണ് ഹോട്ടൽ ഫുഡും കാര്യങ്ങളും അല്ല സിനിമയ്ക്ക് പോവുക. അല്ല അച്ഛൻ പൂരങ്ങൾക്കൊക്കെ പോയിരുന്നു. ഇപ്പൊ ഒരു 10 കൊല്ലമായിട്ട് അതുമില്ല. അപ്പൊ എന്താ വെച്ചെങ്കിൽ മൊത്തത്തിൽ അവരുടെ കാര്യം ഞങ്ങൾ ജീവിക്കുന്ന കാണുമ്പോൾ ആൾക്കാർ വന്നാൽ നിങ്ങൾ ഹോട്ടൽ ഫുഡാണ്, നിങ്ങൾ പുറത്ത് പോകണം, അങ്ങനെയാണ് ഇങ്ങനെ വസ്തു. നമുക്കൊരു ജീവിതമുള്ളൂ അല്ലേ. പിന്നെ ഒരു ജീവിതം, അടുത്തൊരു ജന്മം, അതൊക്കെ നമ്മൾ സാങ്കല്പികം മാത്രമാണ്. അതൊന്നും നമുക്കുണ്ടോ ഇല്ലെന്നൊന്നും അല്ല. പക്ഷെ ഈ ഉള്ളൊരു ജന്മത്തിന് നമുക്ക് സന്തോഷത്തിൽ സുഖിക്കാനും ജീവിക്കാനും പറ്റിയിട്ട് നമ്മൾ പിന്നെ എന്താ ജീവിച്ചാലും. ഞാൻ 15 വയസ്സിൽ കല്യാണം കഴിഞ്ഞ് വന്നതിന് ശേഷം എൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ 20 സെൻറ്റ് എൻ്റെ വീട്ടിൽ, 10 സെൻറ്റ് വീട്ടിൽ. ഇതായിരുന്നു എൻ്റെ ആ കാലഘട്ടത്തിലെ കുറേ വർഷത്തെ ജീവിതം. അപ്പോൾ അതിനായിട്ട് എന്താ പറയുക, ഗൾഫിൽ കല്യാണം കഴിഞ്ഞ് 45 ദിവസമായി 18 ഗൾഫിൽ പോയി. പിന്നെ അവിടെ നിന്നുകൊണ്ട് ഇവിടുത്തെ പണികൾ അവിടെ കഴിഞ്ഞ് 10 സെൻറ്റ് വീട്ടിൽ പോകുന്ന സഹകരിച്ചതിൽ ഞാൻ എല്ലാ വർഷം വരും. എന്താ അത്ര ഒരു വർഷം ആവണിട്ട് മുന്നേക്ക് ഞാൻ വരും. ഞാൻ പിന്നെ അവരായിട്ട് നല്ല തയ്യപ്പലായിരുന്നു. ഫ്ലൈറ്റുകാരായിട്ട് തന്നെ എന്നെ ബന്ധമായി പാപ്പരായി ജീവിതം ഉണ്ടായിരുന്നേക്കല്ലോ. തീർച്ചയായും അതാണ് അച്ഛൻ്റെ അമ്മയുടെ അവസ്ഥ. പിന്നെ എനിക്കൊരു സമാധാനം ഉണ്ടായത് അച്ഛന് ഈ ഹോട്ടൽ ഫുഡ് അങ്ങനെ ഇഷ്ടമല്ലെങ്കിലും മസാല ദോശ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമായി. ഹോട്ടൽ നടത്തിയപ്പോ എനിക്കത് സംതൃപ്തിയോടെ
കൊറേ ഫുഡ് അച്ഛന് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. അതാണ് എനിക്കൊരു മനസ്സിലൊരു ഇത്. കണക്കല്ല എന്റെ അച്ഛൻ അത് എനിക്കറിയാം. എന്നെ ഒരു കാറ് ലൈഫിൽ മേടിച്ചപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഒരു കാര്യം ഫ്രണ്ട് സീറ്റിൽ അച്ഛൻ ഞാൻ ഇങ്ങനെ അച്ഛനോട് കാറുകളിൽ പല പ്രാവശ്യം എന്നെ ഇരുത്തിയിട്ടാം. അപ്പം എൻ്റെ ഒരു ലൈഫിൽ ആഗ്രഹമാണ് എൻ്റെ കാറിൻ്റെ ഫ്രണ്ടിൽ അച്ഛൻ ചേച്ചിട്ട് എന്നോട് പോകണം. അപ്പം ഞാൻ കാർ മേടിച്ചപ്പോൾ എന്നോട് പറയുകയും ചെയ്തു. അതിനായിട്ട് ഇങ്ങോട്ട് പറഞ്ഞിട്ടില്ല, അന്യൻ്റെ ഉള്ളിലുള്ള ഒരു ആഗ്രഹങ്ങളാണ് അതെന്ന് എനിക്ക് സ്വയം തോന്നിയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അമ്മേനെ അങ്ങനെ ഇരുത്തിട്ട് പോവാൻ അല്ല അങ്ങനെ പറ്റിയിട്ടുണ്ട്. നമ്മുടെ ചിങ്കടികൾ വന്നിട്ടുണ്ട് കേട്ടോ, വർക്കിന് പോയിട്ട് വന്നിട്ടുണ്ട്. വർക്ക് ഉണ്ടായിരുന്നു. ഡോറ് തുറന്നിട്ട് വരെ ഡോർ തുറന്നിട്ട് അവരായിരുന്നു. പിന്നെ എന്റെ മക്കള് കല്യാണ പെണ്ണിന് ലിഫ്റ്റ് ഇട്ടെടുത്തത് കാത്തുമ്പിയാണോ? ഒങ്ങിയാ ഒക്കെ വരണ്ട ഒക്കെ വരണ്ട. ഞാന് ഫുള്ള് പണിയടി. ഇപ്പല്ലോ 6 മണിക്ക് എണിച്ചിട്ട് 7:30 വരെ തിരുമ്പുമായിരുന്നു. ഇതൊക്കെ വല്ലോരും അറിയണ്ട. അപ്പാപ്പന്റെ പണി എനിക്ക് എണ്ണി പറക്കാണ്ട് അമ്മമ്മയുടെ കുട്ടികളെ അമ്മമ്മ വെച്ച് അടത് അമ്മമ്മയുടെ പൊന്നേട് അതിന്റെ പൊന്നെ അമ്മമ്മക്കണ്ടേ അതിന് പെങ്കായ പെങ്ങമ്മ അടത് അടത് സുന്ദരിവായോ കണ്ട പിന്നെ അമ്മമ്മ പെണ്ണാണ് അത്തന്റെ പിന്നെ കുഞ്ഞത്തെ പെണ്ണാണ് അതുണ്ടിന്റെ പെണ്ണാണ്. അതെ നല്ല ഭംഗിയിലെ കുപ്പായിട്ട് പിന്നെ ഇങ്ങോട്ട് പോയി കാത്തു. ആ പാല് ഗോവിന്ദ ഫുള്ളും പോയാ പോയി കേട്ടോ. എൻ്റെ അമ്മ വെച്ചിട്ട് കൈ ഒഴിഞ്ഞ് പോരി പണികളാണ് അടിക്കടിക്ക് നിന്നെ ഇട്ട് കൊണ്ടുവന്നു. നിങ്ങൾക്കപ്പം ഇന്ന് ഫുഡ് വേണ്ടേ? ഞാൻ ഉണ്ടാക്കി വെക്കണ്ടേ? പറിച്ചെടുക്കരുത് അമ്മമ്മി. ഒക്കെ വരുന്നുണ്ടോ? ഒക്കെ വരുന്നുണ്ടോ? കത്ത് അതാത് കത്ത് അമ്മമ്മയുടെ പൊന്നിട് അമ്മമ്മയുടെ തക്കരേട് അടാത് സുന്ദരി മോളാണോ? അമ്മമ്മയുടെ കുഞ്ഞുമോളാണോ? കാത്തുമ്പിക്ക് പോവോ? കുറച്ച് ദിവസം കഴിഞ്ഞ വന്ന് കുറച്ച് ദിവസം കഴിഞ്ഞ് വന്ന് പോവോ? അപ്പമ്മ കൊട്ടി കാത്തു നിന്നോടി അപ്പമ്മ കൊട്ടെ. ആ പാറ്റ പപ്പയുടെ അമ്മമ്മയുടെ കൂടെ നിന്നോ. ആ ചുന്തിരിപ്പനായിട്ട് അപ്പോൾ കാത്തിനോട് ബാക്കിൽ വീട് പണിയണ്ടേ? വീട് പണിക്കാർ പണിയുണ്ടോ എന്നൊക്കെ നോക്കണ്ടേ? ചെയ്യുമ്പോ അതിന്റെ പൊന്നെ മരാത് അച്ഛൻ അമ്മച്ചു പൊന്നിന് കത്ത് കത്ത് കത്തിന് കണ്ട് അമ്മ വച്ച് അത് കണ്ട് കഥച്ച് അമ്മ കണ്ട് അവള് വലിക്കുന്നതാ അവള് വലിക്കുന്നതാ കഥച്ച് കഥച്ച്
കണ്ണൊക്കെ തെപ്പിച്ചിട്ടില്ല, കണ്ണൊക്കെ തെപ്പിച്ചിട്ടില്ല. നമുക്ക് പണിയെല്ലാം നോക്കണ്ടേ, പണിയെല്ലാം നോക്കണ്ടേ. ഇവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് വേണ്ട, നമുക്ക് ബ്രെഡ് മോസ്റ്റ്. കഴിക്കാം. Come on. Come on, baby. Let's go, baby. Bullet too. ബുള്ളറ്റ് Go, baby. Let's go, baby. Bullet Bullet too. Bullet too. ബ്രെഡ് ചൂടാക്കല്ലേ കേട്ടോ. ചീസ് അത് കഴിക്കാനാ. പീനട്ട് ബട്ടർ അവിടെ നോളേട്ടാ, ഞങ്ങള് പോവാനേ. പോയി. അമ്മമ്മ പിന്നെ അതായത് പിന്നെ പിന്നാണി പിന്നെ അമ്മമ്മ പിന്നെ പിന്നാണി 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 ആ കൊച്ചിനെ കൊച്ചിനെ കൊച്ചിനുണ്ട് അമ്മമ്മ. അങ്ങനെ പിന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ചായ കുടിക്കാൻ വന്നിരുന്നു കേട്ടോ. പിന്നെ ചായക്ക് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കാനും എളുപ്പമായിരുന്നു. ബ്രെഡും പീനട്ട് ബട്ടറും കൂടിയിട്ട് പരട്ടിയിട്ടാനായിട്ട് കഴിക്കേണ്ടിട്ട്. കട്ടൻ ചായ കൂടിയിട്ട്, കട്ടൻ ചായ മതല്ലാത്തതാണ്, അതുകൊണ്ട് കഴിക്കേണ്ടത്. അപ്പോൾ ആ നേരത്ത് ഞാനും കാർത്തുമോളും വന്നിരുന്നു. അവരൊക്കെ ഉറങ്ങുകയാണ്. അപ്പോൾ കാർത്തുമോൾ എൻ്റെ നിന്ന് കുറച്ച് തിളപ്പിച്ചാര വെള്ളമൊക്കെ ഉണ്ടെന്ന് അതൊക്കെ കുടിക്കട്ടെ. അപ്പോൾ അത് ഞങ്ങൾക്ക് വെള്ളത്തിൽ ബിസ്ക്കറ്റ് മുക്കി വയ്ക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ വെള്ളം കുടിക്കുമ്പോൾ അതിന് തട്ടുപറിച്ച് കുടിച്ചു. പിന്നെ ബിസ്ക്കറ്റ് ഒന്ന് കുതിർത്തിയിട്ട് ഇങ്ങനെ വായിൽ വെച്ച് കൊടുക്കുകയായിരുന്നു കേട്ടോ. എന്നുവെച്ചാൽ അവർ ഇന്നലെ പൊന്നു വർക്ക് കഴിഞ്ഞ് വന്നിട്ട് അങ്ങനെ പൊന്നും ഷേബിയും കുഞ്ഞിനും കിടന്ന് ഉറങ്ങിയിട്ടാ. അപ്പം പിള്ളേരിനെ ഞങ്ങളിൽ തന്നു, കാത്തുമാളെ തന്നു. പിന്നെ കാത്തുമാളോട് ഇനി 3-4 ദിവസം കൂടെ ഉള്ളൂ പോകാമെന്ന് പറയുമ്പോൾ ഒരു വിഷമവും ടെൻഷനൊക്കെ ഭയങ്കരമായി. അവളാണല്ലോ ഇപ്പോൾ കൂടുതലും ഇപ്പോൾ ഞങ്ങളോട് ഭയങ്കര അടുപ്പാണ് കേട്ടോ. എൻ്റെ ശബ്ദം കേൾക്കുമ്പോഴേക്കും ഭയങ്കരമായിട്ട് എത്തിച്ച് നോക്കും കാര്യങ്ങളൊക്കെ ചെയ്യും കേട്ടോ. അത് ഇവിടെ കൊടുന്ന് കിടത്തി. ഇപ്പോൾ മാമനും മേമയൊക്കെ ഏനിച്ചിട്ടുണ്ട്. മേമ ഏനിച്ചിട്ടില്ല, മേമ അവിടെ ഇങ്ങനെ തിരിഞ്ഞ് മറിഞ്ഞ് കിടക്കുന്നുണ്ട്. മാമനാണല്ലോ ഇന്നലെ തൊട്ട് കുറച്ച് ശ്വാസം മുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പനി ചെറുതായിട്ടുണ്ടെങ്കിലും ഇന്നേക്ക് രാവിലേക്ക് പനിയൊന്നുമില്ല, നേരെ തലച്ചൂട് വന്നുള്ളൂ ജലദോഷത്തിൻ്റെ, പിന്നെ കുഴപ്പമില്ല. അങ്ങനെ കുണുക്കന് കാർത്തവരൊക്കെ വന്നു. കുറച്ച് നേരം ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോൾ കുണുക്കി ഏനിച്ചു. അപ്പോൾ അവർക്ക് കുണുക്കിന് ഇന്നലെ തൊട്ട് ഭയങ്കര കപ്പക്കെട്ടൊക്കെ ഉണ്ടായിരുന്നു, കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. വേറെ ഒന്നുമില്ല, അവന് പ്രതിരോധ ശേഷി കുറഞ്ഞാൽ അപ്പം അവന് എന്തെങ്കിലുമൊക്കെ ഒന്ന് വരും. അതായത് അവൻ തടി കുറഞ്ഞെന്ന് വെച്ചാൽ ഇപ്പോൾ ഓരോ സ്ഥലം ആശുപത്രിയൊക്കെ ആയതുകൊണ്ട് അവർക്ക് ഇഷ്ടമുള്ള ഫുഡുകൾ ഉണ്ടാക്കിയിരുന്നില്ല. അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള ഫുഡായാലും പിന്നെ അതിനായിട്ട് വീട്ടിൽ നിന്ന് ചോറ് ഇട്ട് കൊടുക്കുമ്പോൾ അപ്പം കഴിക്കണം, അതുപോലെ ഒന്നും കിട്ടാതെ ഇപ്പോൾ കുറച്ച് ദിവസം അവന് ഭയങ്കര ക്ഷീണമാണ്. അപ്പോഴേക്കും അവന് കപ്പക്കെട്ടും കാര്യങ്ങളൊക്കെ കൂടി എത്തിയതിൻ്റെ രാത്രി. അപ്പം നിലവിൽ ഡോക്ടറെ കാണിച്ച് കുഴപ്പമൊന്നുമില്ല, ഇപ്പോൾ ശ്വാസം മുട്ടുണ്ട്. അപ്പോൾ അവർക്ക് മരുന്നൊക്കെ കൊടുത്തതിന് ശേഷമാണ് എന്തുണ്ടാക്കും ഉച്ചത്തേക്ക് എന്ന് വെച്ചിട്ട്. അപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോന്നിട്ട് ഞങ്ങൾ ഉച്ച കഴിഞ്ഞിട്ട് പോന്നിച്ചെന്ന് വെച്ചാൽ പൊന്നും ഷെബീനും കുഞ്ഞുങ്ങളും ഉറങ്ങുക, കാർത്തും കുണുക്കി ഞങ്ങളുടെ കയ്യിൽ. അപ്പോൾ പിന്നെ നമുക്ക് പിള്ളേരെ അവിടെ ആക്കിയിട്ട് പോകാൻ പറ്റില്ലല്ലോ, എന്തെങ്കിലും പൊരുത്തക്കേടാക്കി ചെയ്തേക്ക് ഇവർ ഉറങ്ങണ നേരം കൊണ്ട്. അപ്പം പിന്നെ അവർ കുണുക്കനെ മരുന്ന് വലിപ്പിക്കണ കാര്യങ്ങളുണ്ട്. അപ്പം പിന്നെ പോയില്ലേന്ന് ഉച്ച കഴിഞ്ഞിട്ട് പോകാമെന്ന് ചോദിച്ചു. പിന്നെ എനിക്കും ഞായറാഴ്ച മാത്രമായിട്ട് കഴിക്കുന്ന സ്പെഷ്യൽ ഗുളിയുണ്ട്. അത് കഴിച്ച് കഴിഞ്ഞാൽ എൻ്റെ കണ്ണൊക്കെ ഇങ്ങനെ മയക്കട്ടി അടിച്ചാൽ ഞാൻ ഇപ്പം നിൽക്കണം കേട്ടോ. പിന്നെ സൺഡേ സ്പെഷ്യൽ ഗുളിയുണ്ട് രാവിലെ രാത്രി. രാവിലത്തെ കഴിക്കുമ്പോൾ തന്നെ ഞാൻ സൈഡായിരിക്കണു. എനിക്ക് നമുക്കറിയാം എൻ്റെ ബുദ്ധിമുട്ടുകൾ. ബാത്റൂമിലേക്ക് ഇപ്പോൾ 3 പ്രാവശ്യം വന്ന് നമുക്ക് കഴിച്ച് കഴിഞ്ഞാൽ ഒരു അസ്വസ്ഥത, ഭയങ്കര ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്, ക്ഷീണം കാര്യങ്ങൾ അതൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ എന്തുണ്ടാക്കുമെന്ന് വെച്ചപ്പോഴാണ് എൻ്റെ അവിടുത്തെ പിള്ളേർക്ക് ചോറും കാര്യമൊക്കെ 5-8 ദിവസമായില്ലേ, ചോറും കാര്യമൊക്കെ വെച്ചേക്കും ഇവർ കഴിക്കാണ്ടിരിക്കും. അപ്പോൾ ഇനി വായിക്കാൻ എന്തെങ്കിലും രുചിയിൽ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വെച്ചാൽ ഓരോ ദിവസം കഴിഞ്ഞപ്പോൾ പൊന്നു പോയി 5-6 ദിവസം കഴിഞ്ഞ് പൊന്നും വേറെ വീട്ടിലേക്ക് താമസം മാറ്റും. അപ്പോൾ എന്നോട് ഞാൻ മന്തിയേരി കഴിക്കുമ്പോൾ എന്നോട് പറഞ്ഞു, അമ്മ ഞാൻ പോണേക്കാളും മുന്നേ മന്തിയൊക്കെ ഉണ്ടാക്കിയോളൂ, ഞാൻ പോയിട്ടുണ്ടാക്കലേട്ടാ പറഞ്ഞു. അപ്പോൾ പിന്നെ ചോദിച്ചാൽ മന്തി ഉണ്ടാക്കാൻ എന്തെങ്കിലും കുണുക്കനും ഭക്ഷണം എന്തെങ്കിലും കഴിക്കണം. അപ്പോൾ ഞാൻ കുറച്ച് മന്തി ഉണ്ടാക്കാമെന്ന് വെച്ചിട്ടാ. അപ്പോൾ ഞങ്ങൾ പീടിയെ പോയിട്ട് മന്തിക്കുള്ള കുറച്ച് സാധനം മാഗി സ്കൂപ്പ് ഇതൊക്കെ എന്താ ക്യാപ്സിക്കൊക്കെ മേടിച്ചിട്ട് വന്നിട്ടാ. ഞങ്ങൾ കുറേ സ്ഥലത്ത് മന്തിയുടെ പരസ്യം കണ്ടിട്ട്, കുറേ സ്ഥലത്തല്ല നമ്മൾ എവിടെയെങ്കിലും വരുമ്പോൾ മന്തി കഴിച്ചിട്ടുണ്ട്. ചില മന്തി ഒക്കെ കുഴപ്പമില്ല, വളരെ കുറവാണ് മസാലയുള്ള മന്തിയിലാണ് കേട്ടോ. റൈസിമ്മയ്ക്ക് ഒരു മസാലയോ കാര്യങ്ങളോ 1-2 വെള്ളം ചിരിക്കുന്ന ചോറ്. ശരിക്കും ആ മല്ലിയുടെ ഇതൊക്കെ നല്ല ഫ്ലേവർ, തക്കാളിയുടെ ഒക്കെ ഫ്ലേവർ വരുമ്പോഴത്തേക്ക് മന്തിയോട് ടേസ്റ്റ്. കേച്ചേരിയിലൊരു കടയുണ്ടായിരുന്നു, അവിടെ നിന്ന് കിട്ടുന്ന മന്തി നല്ല ടേസ്റ്റ്. പക്ഷേ പിന്നെ പോയ കട കുറച്ച് നീറ്റ്നെസ് കുറവ് ഫീൽ ചെയ്തതോടുകൂടി ഞങ്ങൾ അവിടുന്ന് മന്തി മേടിക്കുന്നത് നിർത്തി. പിന്നെ ഞങ്ങൾ ഉണ്ടാക്കണ മന്തിയിലാകുമ്പോൾ അത്യാവശ്യം എരിവും കാര്യങ്ങളൊക്കെ പിടിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ മന്തി ഉണ്ടാക്കാൻ പോവാണ് അല്ലേ ചേട്ടാ?
കുറേ നാൾക്ക് ശേഷം വീട്ടിൽ മന്തി. ഞാൻ കാണിച്ചു തരാം. ഇവിടെ നിന്ന് ക്യാപ്സിക്കം പുരുവനൂന്ന് അറിയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിന് പുരുവനൂന്ന് അറിയാൻ കഴിയുന്നുണ്ട്. അടുക്കളയായിരുന്നു. നിങ്ങൾക്ക് കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പൊ അതൊന്നും വൃത്തി കുറവായിട്ട് ഇരിക്കണതല്ല, നിങ്ങളെ വൃത്തിയിൽ തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യും. നമുക്ക് ഈ ചെമ്പിൽ തട്ടിയ അത്യാവശ്യം സ്പേസ് ചെയ്യുന്നുണ്ടോ? ഈ ചെമ്പിൽ കാലക്രമേണ ചെമ്പിൽ തട്ടിയാൽ നമുക്ക് പറ്റും. അതായത് കുക്കിംഗ് മുളകും കാര്യങ്ങളൊക്കെ എടുക്കണം. പക്ഷെ നമ്മുടെ അടുക്കളയുടെ സൗകര്യം കുറവുകൊണ്ടാണ്. നമുക്കൊരു മേശ മേടിക്കണം കേട്ടാ, അത് വലിയ കുഴപ്പമില്ലല്ലോ. അപ്പോൾ നമ്മൾ മന്തിക്ക് റൈസ് കഴിക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്, ഇവിടെയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ മല്ലി, മുഴുവൻ മല്ലിയില്ലേ, 1/2 ടീസ്പൂൺ കുരുമുളക്, 2 പീസ് പട്ട, ഗ്രാമ്പു, 5-8 ഏലക്കായ, പിന്നെ നമ്മുടെ ഉണക്ക നാരങ്ങ കേട്ടോ. ഇതായിട്ടിട്ട് കൊടുക്കുന്നത്. ഇതിട്ട് കൊടുത്തു. കുറച്ച് ഉപ്പിട്ട് കൊടുക്കും. അതല്ലേ, അതായത് ഞാൻ വലിയ പീസാക്കാനാ പറഞ്ഞിട്ട് ചിക്കൻ കടക്കാരനോട്. അയാളോട് കുഞ്ഞ് പീസായിട്ട് കൊടുത്തയച്ചോണം. കുഴപ്പമില്ല, മസാല നന്നായി പിടിക്കുന്ന പ്രതീക്ഷിക്കാം. ടേസ്റ്റിന് വ്യത്യാസമൊന്നും വരില്ല. മന്തി എന്ന് പറഞ്ഞ് കാണുമ്പോൾ ഉള്ളൊരു ഭംഗിയുടെ വ്യത്യാസം മാത്രം. അത്രേ ഉള്ളൂ. പിന്നെ ഇതിലേക്ക് കുറച്ച് ഓയില്, തക്കാളി ഇടുന്ന കേട്ടോ. പിന്നെ മന്തിയിൽ എരിവില്ലെങ്കിൽ ഒരു മട്ടിപ്പ. അപ്പോൾ നമുക്ക് മന്തിക്ക് നമ്മൾ പച്ചമുളക് ജസ്റ്റ് ദമ്മിടുമ്പോൾ കുത്തി വയ്ക്കുക. എന്നാലും നമുക്ക് ഇതിന് 2 ഒന്ന് മുറിച്ചില്ല. അപ്പോൾ അതിലേക്ക് ആ റൈസിലേക്ക് ഒരു എരിവ് ഇറങ്ങുകയാണെങ്കിൽ ആ റൈസിന് ടേസ്റ്റ് അല്ലേ. പിന്നെ തക്കാളി ഒരു 4 പീസാക്കിയിട്ട് ഇടാം. ആ തക്കാളിയുടെ ഒരു ടേസ്റ്റ് വരും കേട്ടോ റൈസിലേക്ക്. തക്കാളിയൊക്കെ ചീഞ്ഞിട്ട് മേടിക്കുന്നുണ്ട്. മണത്തൊക്കെ വലിയ കുഴപ്പമില്ല. ഇനി അടുത്ത പരിപാടി ഞാൻ കാണിച്ചത് എന്തൊക്കെയാണ്. എന്താ ഇവിടെ തക്കാളി അതൊക്കെയാണോ മഞ്ഞളാണ് മഞ്ഞള മാത്രം പറക്കെടുക്കാം. ഉണ്ടോ? തക്കാളി ഒരു വലുതാണെങ്കിൽ ഒരു 3 വലുതാക്കി എഴുതിട്ട്. ഒരു 1.5 ക്യാപ്സിക്കം ഇടാം ചേട്ടാ. ഇത് മുറിച്ച് വെച്ചിട്ട് കുറച്ച് ഇതൊന്നും ഉണ്ടാവുള്ളൂ. റൗണ്ടായിട്ട് മുറിച്ച് വെച്ചിട്ട് അതൊക്കെ ഞാൻ പറഞ്ഞിങ്ങനെ റൗണ്ടിനായിട്ട് 4 മുറിച്ചേക്ക് കുഴപ്പമില്ല. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മല്ലി, 1 ടീസ്പൂൺ കുരുമുളക്, പിന്നെ മന്തി മസാല, പിന്നെ ഒരു 1/2 ചെറിയ ഇതുകൊണ്ട് ഒരു 1/2 കപ്പ് ഓയിൽ വേണം കേട്ടോ. ഇനി വലിയല്ല, നമുക്ക് ചമ്മന്തിക്ക് വേണ്ടോ? വേണ്ട, മതി. മസാല നന്നായി തിരുമ്പിച്ചെടുക്കട്ടെ.
നമ്മളിത് വെന്ത് ഈ ക്യാപ്സിക്കം കാര്യങ്ങളൊന്നും കാണില്ല കേട്ടോ. പക്ഷേ എനിക്ക് ഞാൻ പലതരം മന്തി ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് ക്യാപ്സിക്കം ഇങ്ങനെ ഇട്ട് ആയിട്ടുള്ള മന്തിയോട് കൂടുതൽ ഇഷ്ടം കേട്ടോ. ഇതിലേക്ക് ഫുഡ് കളറ് ആവശ്യത്തിന് യൂസ് ചെയ്യട്ടോ. പിന്നെ കുറച്ച് ഫുഡ് കളർ യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ചിക്കൻ വെളുത്തിട്ടിരിക്കും കേട്ടോ. ഇനി ഉപ്പുണ്ടാവട്ടെ കേട്ടോ. ഉപ്പുണ്ട്. തക്കാളി ചെയ്യാം. ഒരു വലിയ 2 തക്കാളി കൊണ്ട് ഇട്ട് നോക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ചിക്കൻ ഇടുന്നേക്കാൾ മുന്നേ ഇങ്ങനെ തിരുമ്പി വയ്ക്കാം. ചിക്കൻ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും സുഖമായിട്ട് തിരുമ്പാൻ പറ്റില്ല, അറിയാലോ, എല്ലു കൈ മൂത്തി കയറും. അപ്പോൾ നമുക്കിങ്ങനെ പുരട്ടി വെക്കാനേ പറ്റുള്ളൂ. ഇനി നമുക്കിതിൽ ചിക്കൻ ഇട്ട് കൊടുക്കാം കേട്ടോ. ചിക്കൻ വലിയ പീസാക്കാൻ പറഞ്ഞ കേട്ടോ. ഇവിടെ കൊടുന്ന് നോക്കിയപ്പോഴാണ് അയാൾ ചെറിയ പീസാക്കി വെച്ചിരുന്നത്. ആ കുറച്ച് ആ ഒരു 1/2 ടീസ്പൂൺ ചെറുനാരങ്ങ നീര് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ക്യാമറ ഓണാക്കാൻ പറഞ്ഞതുകൊണ്ടാണ്. കണ്ട, ഇതൊന്ന് ഒരു 1/2 ടീസ്പൂൺ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ഓർത്തോളാം കേട്ടോ. ഏകദേശം നമ്മളിതൊക്കെ മസാല പുരട്ടി സെറ്റായി കഴിഞ്ഞു. ഇനി ഇത് കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ. അപ്പോൾ ഏകദേശം ചിക്കനൊക്കെ മസാല പറ്റി സെറ്റായപ്പോൾ നമുക്കിത് ഈ ഒരു പാത്രത്തിലേക്ക് ഇങ്ങനെ പരത്തിട്ട് കൊടുക്കാം. ഇതിനിങ്ങനെ മൂടി വെച്ച് നമുക്ക് കുറച്ച് നേരം ചെറിയ തീരിട്ട് ഇങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അടുത്തത് നമ്മുടെ മന്തിക്കുള്ള ചമ്മന്തി കേട്ടോ. അതൊക്കെ ആണെങ്കിൽ നേരം കൊണ്ട് നമുക്ക് ചമ്മന്തി സെറ്റ് ചെയ്ത് വയ്ക്കാം. പേടിക്കുന്ന തക്കാളി ഒക്കെ കയറാം കേട്ടോ.
ഇത് അടുത്തത് പിന്നെ നമ്മുടെ മന്തിക്ക് ഒഴിച്ചുവിടാൻ പറ്റാത്ത മയോണൈസ് ഉണ്ടാക്കാം കേട്ടോ. കുറച്ച് വിനാഗിരി, കുറച്ച് പഞ്ചസാര. ഇവിടെ മധുരമുള്ള മയോണൈസ് ഇഷ്ടം കേട്ടോ. അപ്പം ഞാൻ കുറച്ച് പഞ്ചസാര കൂടുതലെടുത്തു. കണ്ടുണ്ടാക്കി തരുന്നു. അവൾക്ക് ഞാൻ ചൂട് വയ്ക്കാനുള്ളത് വയ്ക്കുന്നുണ്ട്. ശരിയാക്കുന്നത് കുറച്ച് ഉപ്പ്, വെളുത്തുള്ളിയുടെ ഫ്ലേവർ ഇഷ്ടമുള്ള കുറച്ച് കൂടുതൽ വെളുത്തുള്ളി ഇടാം. ഞാൻ കുറച്ച് കൂടുതൽ ഇട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരെണ്ണം രണ്ടെണ്ണമൊക്കെ മതിയോ. പിന്നെ ഞാൻ കോഴിമുട്ടയിലല്ല ഇട്ടുണ്ടാകണം. എന്താ വെച്ചാൽ ഇപ്പോൾ ചൂട് സമയമല്ല. ഇപ്പോൾ ഉണ്ടാക്കി വെച്ച് എന്തെങ്കിലും നല്ല നാശാവുകയും ചെയ്യല്ലേ വെച്ചിട്ട് ഞാൻ പാലിലുണ്ടാക്കണം കേട്ടോ. പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ള ഓയിൽ. വെളിച്ചെണ്ണ ഒഴിക്കരുത്, ഓയിൽ മാത്രം. ഇനി ഇത് മിക്സിയിൽ ഇങ്ങനെ കുറേ പ്രാവശ്യം അടിച്ചടിച്ച് കട്ടിയാക്കി എടുക്കണം കേട്ടോ. ഒക്കെ അങ്ങനെ നമ്മൾ വെള്ളമൊക്കെ തിളച്ചപ്പോൾ മന്തിയുടെ അരി ഇട്ടോട്ടെ. ഞാൻ അത് വീടെടുത്തില്ല. എന്താ വെച്ചാൽ പെട്ടെന്ന് അതിന് തളയും ഇടലൊക്കെ ഒരുമിച്ചായി. ഇനി റൈസ് വെന്തതിന് ശേഷമാണ് നമ്മൾ ഒരു 75% വെന്താൽ മതി. ഒരു 3/4 വേവട്ടെ. അപ്പോഴേക്കും കുറച്ച് പണികളുണ്ട് നമുക്ക്. അങ്ങനെ നമ്മുടെ ഇത് മന്തിയുടെ ചിക്കൻ സെറ്റ് ആയിട്ട് കേട്ടോ. നല്ല പറ്റി സെറ്റ് ആയിട്ട്. ഇത് ഒന്നുകൂടി മൊരിച്ചെടുക്കണമെങ്കിൽ നമുക്ക് മൊരിച്ചെടുക്കാം കേട്ടോ. ഞാൻ ചിക്കൻ സോഫ്റ്റ് ആയിക്കോട്ടെ വെച്ചിട്ട് ഈ ഒരു ലെവലായി. അപ്പോൾ ഇതിൻ്റെ പകുതി ഇപ്പോൾ ഒരു 3/4 വെന്തപ്പോൾ ഞാൻ ഇതിൽ നിന്ന് കുറച്ച് ഗ്രേവി എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ മന്തിയുടെ ഈ ചിക്കൻ്റെ ഗ്രേവിയാണ് കേട്ടോ. കുറച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ പ്രത്യേകിച്ച് ഇനി ഒന്നും വേണ്ട. കുറച്ച് ഫുഡ് കളർ തന്നെ, രണ്ടും കുറച്ച് യെല്ലോ കളർ കേട്ടോ ലാസ്റ്റത്തേക്ക്. ഇനിയൊരു 3/4 കിലോ 3/4 വേവാകുമ്പോൾ മന്തിയുടെ റൈസ് നമുക്ക് ഇതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് വേവണമല്ലോ. അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യും. നമ്മുടെ ചിക്കനൊക്കെ ആയി സെറ്റായിട്ടുണ്ട്. കണ്ടോ, എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ. ഇനി ഇത് നമ്മൾ മുകളിലിട്ടിട്ട് കുഴിയിലേക്ക് നമുക്ക് ഇറക്കി വയ്ക്കാൻ പറ്റില്ലല്ലോ, കുഴി മതി. അപ്പോൾ നമ്മൾ കുറച്ച് കരിയൊക്കെ സ്മോക്ക്. അപ്പോൾ ഇത് ഏകദേശം നമ്മുടെ കണ്ടോ മന്തിയരി ഒരു 3/4 വേവായിട്ട് കേട്ടോ. കണ്ടോ, ഇനി ഇതിൽ കിടന്നിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. ദമ്മിട്ടിട്ട് അങ്ങനെ നമ്മുടെ ബിരിയാണി ദമ്മിടണ പോലെ മന്തി ദമ്മിടുക കേട്ടോ. വേറെ ഒന്നുമല്ല, നമുക്ക് കുഴി മന്തി നമ്മൾ കുഴിയിലേക്ക് ഇറക്കി വയ്ക്കുമ്പോൾ ആ സ്മോക്കിൻ്റെ അതിൻ്റെ ഒക്കെ സ്മെല്ല് വേണ്ടേ. അപ്പോൾ അതിനുവേണ്ടി ജസ്റ്റ് ഞാൻ ഒരു 3/4 വേവിച്ചോളൂ കേട്ടോ. എന്ന് വെച്ചാൽ ഈ മന്തിയുടെ റൈസ് എപ്പോഴും നല്ല സോഫ്റ്റാണ് കേട്ടോ. പക്ഷെ അപ്പം നമുക്ക് പലയിടത്തും കിട്ടുന്നത് അത്ര സോഫ്റ്റ് ഒന്നുമില്ല. എനിക്ക് മന്തിയൊക്കെ ആദ്യം കഴിക്കുമ്പോൾ അതിൻ്റെ റൈസ് നല്ല പഞ്ഞിക്കെട്ട് പോലെയായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പോഴേക്ക് അങ്ങനത്തെ എല്ലാം കിട്ടും, ഭയങ്കര ഒരു മുരടന. അപ്പോൾ ടേസ്റ്റില്ല. എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് വേറെ മസാല റൈസ് ഭയങ്കരമായിട്ട് മുരട നമ്മൾ ടേസ്റ്റ് തോന്നില്ല. റൈസ് നല്ല സോഫ്റ്റ് ആവാൻ നമുക്ക് കുറച്ച് നേരം മന്തി ദമ്മിട്ട് വയ്ക്കണം നല്ല കേട്ടോ. അതായത് ഒരു ചെറിയ തീരെ 1 മണിക്കൂറോളത്തിലൊക്കെ. അപ്പോൾ നമ്മൾ ഏകദേശം ഈ ചോറ് ഊറ്റിയിടുമ്പോൾ ഫുള്ള് കഞ്ഞിവെള്ളം വാർത്ത് കളയണില്ല, അതിലത്തെ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് ജസ്റ്റ് ഇങ്ങനെ എടുക്കുക, അരിക്കിടുക അങ്ങനെ. അപ്പോൾ നമുക്ക് 1 മണിക്കൂർ ദമ്മിടുമ്പോൾ അതിലേക്കുള്ള വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. റൈസ് അടിപിടിക്കുകയോ കാര്യങ്ങളോ ഒന്നും ചെയ്യില്ല കേട്ടോ. അപ്പോൾ നമ്മളിത് ഇതിലേക്ക് കളറും റെഡ് കളറും യെല്ലോ കളറും പിന്നെ നമ്മൾ ആ ചിക്കൻ്റെ മസാലയിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ മസാലയും അതിൽ കുറച്ച് ഓയിലൊക്കെ ഉണ്ട്, അത് കൂടിയിട്ട് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മളിത് സ്മോക്കിന് വേണ്ടിയിട്ട് നമ്മൾ പാത്രത്തിലേക്ക്
നമ്മളിത് അത് കണലിട്ടു, നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തു, അതിന് മുകളിൽ അത് അടച്ച് വെച്ചു കേട്ടോ. അപ്പോൾ അത് അത്യാവശ്യം നല്ല ഒരു ചെറിയ തീയിൽ 1 മണിക്കൂറോളം നമ്മളത് അടുപ്പത്ത് കയറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നല്ല ക്ഷമയോടൊക്കെ തന്നെ നമ്മൾ 1 മണിക്കൂർ വെക്കണം, എന്നാലാണ് അതിൻ്റെ കറക്റ്റ് സോഫ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ 1 മണിക്കൂർ ഇരുന്നു ഞാൻ നോക്കാൻ വരിക കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ എടുത്ത് വന്നപ്പോൾ പൊന്നു പറഞ്ഞു ഞാൻ വീഡിയോ എടുത്ത് തരാം, അമ്മ തുറന്നു എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ വീഡിയോ പൊന്നുവിൻ്റെ എനിക്ക് കൈമാറി ഞാൻ തുറന്നു നോക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ തുറന്ന് നോക്കുമ്പോൾ കറക്റ്റ് കണ്ട അതിൽ ആവിയും കാര്യങ്ങളൊക്കെ കറക്റ്റ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ പച്ചമുളക് ഞാൻ കുത്തി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെനിക്ക് കാണിക്കാൻ പറ്റിയില്ല വീഡിയോയിൽ. ഒരു 5-8 പച്ചമുളക് ഇങ്ങനെ ചോറിലേക്ക് ഇങ്ങനെ കുത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അതെന്താ വെച്ചാൽ ആ ഒരു പച്ചമുളകിൻ്റെ സ്മെല്ല് ആ മന്തിക്ക് നല്ല ടേസ്റ്റ് വരുത്തോട്ടെ. ഞാനത് കാണിക്കാൻ മറന്നുപോയി, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഒരു 5-8 പച്ചമുളക് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇതമർത്തി വെച്ചോട്ടെ. പിന്നെ നമ്മൾ അടിയെടുത്ത മസാലയും കാര്യങ്ങളൊക്കെ റൈസിലേക്ക് എനിക്ക് മന്തി നല്ലോണം മസാല വേണം, എന്നാലും അതിൻ്റെ ഒരു ടേസ്റ്റ് വരും കേട്ടോ. അപ്പോൾ മന്തി കഴിക്കാൻ വേണ്ടിയിട്ട് കുണുക്കാൻ വിശന്നിട്ട് വയ്യാന്ന് കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ കുളിച്ചിട്ട് ഞങ്ങൾ കഴിക്കല് കുണുക്കിന് മന്തിയാന്ന് പറഞ്ഞപ്പോൾ വിശപ്പ് കൂടുതലായി. അപ്പോൾ എന്തായാലും അവർക്ക് കൊടുക്കാന്ന് വെച്ചു. അങ്ങനെ തക്കാളി പച്ചമുളകും മല്ലിയിലൊക്കെ ഇട്ടിട്ട് ചമ്മന്തി മയനോസും ഒക്കെ കൂടി ഒഴിച്ചു കേട്ടോ. ഈ മന്തി ഞാൻ ചുമ്മാ പറയില്ല, ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം, എന്നാലും അതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ നമുക്ക് ഹോട്ടലിൽ നിന്ന് കഴിക്കുന്ന മന്തി ഇതും തമ്മിലുള്ള ടേസ്റ്റ് വ്യത്യാസം അറിയാം കേട്ടോ. എന്ന് വെച്ചാൽ ഇത് നല്ലൊരു മണവും മന്തിയുടെ നല്ല മണവും കാര്യങ്ങളൊക്കെ ആയിട്ടോ. നമ്മൾ മേടിക്കണ മന്തിക്ക് ചിക്കനും റൈസ് നമ്മൾ യാതൊരു ബന്ധമില്ലാത്ത പോലെ. അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്തുള്ളൂ. ബൈ.